BJP പാലയിൽ വ്യാപകമായ വോട്ട് ചേർക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 15,000-ഓളം വോട്ടുകൾ പാലാ നിയോജക മണ്ഡലത്തിൽ ചേർക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പാലാ നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ BJP നേതാക്കന്മാർ മുൻപോട്ട് പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഒരു BJP സ്ഥാനാർത്ഥി, അതായത് സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നടന്നിട്ടുള്ള വോട്ട് ചോറിയെക്കുറിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരവസ്ഥയുണ്ട്. ആ റിപ്പോർട്ടിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് മറ്റു പല ജില്ലക്കാരുമാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിജു പുളിക്കക്കണ്ടം ഒരു തികഞ്ഞ BJP-കാരനാണ്. സുരേഷ് ഗോപിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരാണ് എന്നുള്ള കാര്യം അത് മലയാള മനോരമ പത്രത്തിലൊക്കെ അതിന്റെ ഫ്രണ്ട് പേജിൽ വാർത്തയായിട്ട് വന്നിട്ടുള്ള ഒരു യഥാർത്ഥ വസ്തുതയാണ്. അത് കോട്ടയം ജില്ലക്കാർ പ്രമുഖമെന്ന് കരുതുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാർ അവരുടെ വേദപുസ്തകമായിട്ട് വിശ്വസിക്കുന്ന മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ തൃശ്ശൂർ മോഡൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? പാലയിൽ തൃശ്ശൂർ മോഡൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. തൃശ്ശൂർ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച്. തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഒരു BJP സ്ഥാനാർത്ഥി, അതായത് സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയുണ്ടായി. ഏറെ അത്ഭുതത്തോടു കൂടി തന്നെയാണ് കേരളം നോക്കിക്കണ്ടത് എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. കാരണം മറ്റു പല ജില്ലക്കാരും തൃശ്ശൂരെ പുച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു എന്നൊക്കെ വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നതിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ ആകൃഷ്ടനായിട്ടാണ് അവർ BJP-ക്ക് വോട്ട് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് രാഹുൽ ഗാന്ധി വോട്ട് ചോറി വിവാദം ദേശീയ തലത്തിൽ ഉന്നയിച്ച സമയത്താണ്. അപ്പൊ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള വോട്ട് ചോറിയെക്കുറിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരവസ്ഥയുണ്ട്. ആ റിപ്പോർട്ടിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ ഒരു ഫോളോ അപ്സോ കാര്യങ്ങളോ ഒന്നും നടത്താനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP-യുടെ കൈവിരൽ ചൂണ്ടലിന് മുമ്പിൽ നിശബ്ദമായി പോകുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള വോട്ട് ചോറി എന്ന് പറയുന്നത്. അത് കോൺഗ്രസ്സുകാർ പോലും അത് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എന്ന് നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ ഈ തൃശ്ശൂർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു പല നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും അല്ലെങ്കിൽ തങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ ഒരാൾ മാത്രം താമസിക്കുന്ന ഫ്ളാറ്റുകളിലും വീടുകളിലുമൊക്കെ ആളുകളെ ചേർത്ത് അവർക്ക് വോട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതായത് മറ്റു പല ജില്ലക്കാരുമാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ ബിജു പുളിക്കക്കണ്ടവും അദ്ദേഹത്തിന്റെ ഫാമിലിയും എന്ന് പറയുന്നത്. ഈ ബിജു പുളിക്കക്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് പുളിക്കക്കണ്ടം കുടുംബം എന്ന് പറയുന്നത്. കാരണം ബിജു പുളിക്കക്കണ്ടവും ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകളായിട്ടുള്ള ദിയ ബിനു. കാരണം ദിയ ബിനു ഇപ്പം മറ്റേ പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ഒക്കെയാണ്. അപ്പോൾ UDF ആണ് അവിടെ ഭരിക്കുന്നത്. ഏറെ രസകരമായ ഒരു കാഴ്ച എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലയിൽ UDF-ന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇവർ ഭരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ബിജു പുളിക്കക്കണ്ടത്തെ സംബന്ധിച്ചിട്ട് ബിജു പുളിക്കക്കണ്ടം ഒരു തികഞ്ഞ BJP-കാരനാണ്. സുരേഷ് ഗോപിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരാണ് എന്നുള്ള കാര്യം അത് മലയാള മനോരമ പത്രത്തിലൊക്കെ അതിന്റെ ഫ്രണ്ട് പേജിൽ വാർത്തയായിട്ട് വന്നിട്ടുള്ള ഒരു യഥാർത്ഥ വസ്തുതയാണ്. അത് കോട്ടയം ജില്ലക്കാർ പ്രമുഖമെന്ന് കരുതുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാർ അവരുടെ വേദപുസ്തകമായിട്ട് വിശ്വസിക്കുന്ന മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പൊ ആ ബിജു പുളിക്കക്കണ്ടത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം BJP പാലയിൽ വ്യാപകമായ വോട്ട് ചേർക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 15,000-ഓളം വോട്ടുകൾ പാലാ നിയോജക മണ്ഡലത്തിൽ ചേർക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പാലാ നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ BJP നേതാക്കന്മാർ മുൻപോട്ട് പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കോട്ടയം ജില്ലയിൽ BJP-ക്ക് സാധ്യതകളുള്ള ഒരു നിയോജക മണ്ഡലമായിട്ട് പാലയും പൂഞ്ഞാറും ഒക്കെ മാറിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC ജോർജും ഷോൺ ജോർജും ഇപ്പൊ BJP-യുടെ ഭാഗത്താണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 25,000-ഓളം വോട്ടുകൾ, 25,000 മുതൽ 27,000 വരെ BJP-ക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉള്ള നിയോജക മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
BJPക്ക് എന്തുകൊണ്ട് 12,000-ഓളം വോട്ടുകൾ കുറഞ്ഞുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുറവ് വന്ന വോട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക UDF സ്വതന്ത്രനായിട്ട് അന്ന് മത്സരിച്ചിരുന്ന ശ്രീ മാണി സി കാപ്പന് ആണ് ആ വോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ വോട്ടുകൾ പൂർണ്ണമായിട്ടും തിരിച്ച് BJPയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും 2026 ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ 26,000-ഓളം അല്ലെങ്കിൽ 27,000-ഓളം BJP വോട്ടുകളും 15,000-ഓളം പുറമേ നിന്ന് ചേർക്കുന്ന വോട്ടുകളും അതുകൂടാതെ ഷോൺ ജോർജിന്റെ പേഴ്സണലായിട്ട് പിടിക്കാൻ സാധ്യതയുള്ള കുറച്ച് വോട്ടുകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് പാലായിൽ വിജയം ഉറപ്പിക്കാം എന്നുള്ള രീതിയിലേക്കാണ് BJP വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പാലാ മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം മുനിസിപ്പൽ ഭരണം ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? പുളിക്കക്കണ്ട ഫാമിലിയുടെ കൈവശമാണ് ഭരണം ഇരിക്കുന്നത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നമുള്ളത്? അതുകൊണ്ട് പാലായിലുള്ള UDF നേതാക്കന്മാരും പാലായിലുള്ള ഈ പറഞ്ഞ LDFന്റെ നേതാക്കന്മാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് പുറത്തുനിന്ന് വാടകച്ചീട്ട് എഴുതി പാലായിൽ വന്ന് താമസിച്ച് പാലായിൽ വോട്ട് ചേർക്കാൻ വരുന്നവരെ കൃത്യമായിട്ട് വീക്ഷിക്കുകയും ആ വോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാലായിൽ 15,000-ഓളം കള്ള വോട്ടുകൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള BJP തീരുമാനം അല്ലെങ്കിൽ RSS അജണ്ട പാലയിൽ നടപ്പിലാക്കപ്പെടും. റോമൻ കത്തോലിക്കരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. ഈ പാലാ നിയോജക മണ്ഡലം ഏതെങ്കിലും തരത്തിൽ BJPയുടെ കരങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒന്നാമതെ പാലയിലെ UDFനൊരു കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. സാധാരണ ഒരു UDF MLA ഉള്ള നിയോജക മണ്ഡലം നടക്കുന്ന രീതിയിലുള്ള ഒരു കോർഡിനേഷനോ കാര്യങ്ങളോ ഒന്നും പാലയിൽ നടക്കുന്നില്ല. പാലയിൽ നിലവിൽ UDFന്റെ MLA ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ 1-2 പ്രാവശ്യം വന്നിരുന്ന് ഫേസ്ബുക്കിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡയലോഗ് വിടും എന്നുള്ളതിനപ്പുറത്തേക്ക് അതല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്മേളനം വരുന്ന സമയത്ത് പാലയെ അവഗണിച്ചു എന്ന ഒരു പ്രസ്താവന ഇറങ്ങും. ഇദ്ദേഹം പറയുന്നത് 10-20ഓളം പ്രൊജക്ടുകൾ ഇപ്രാവശ്യം സർക്കാരിന് സമർപ്പിച്ചിരുന്നു എന്നാണ് വിവിധ വകുപ്പുകളിലായിട്ട്. പക്ഷെ ഒന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കരച്ചിലാണ്. പക്ഷെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഈ കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഏത് MLA മാർ, ഇപ്പൊ UDF MLA മാരായിക്കോട്ടെ LDF MLA മാരായിക്കോട്ടെ, ഇപ്പൊ UDF MLA മാർക്ക് സർക്കാർ ബഡ്ജറ്റിൽ പൈസ അനുവദിച്ചില്ല എങ്കിലും കിഫ്ബിയിൽ നേരിട്ട് പദ്ധതികൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കിഫ്ബിയിൽ പോലും ഒരു പദ്ധതി സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ പാലാ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ പാലാ MLAയെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരമായിട്ട് ഇദ്ദേഹത്തിന് ഈ പുളിക്കക്കണ്ട ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധമാണ് എന്നാണ് പൊതുജന സംസാരം. ഇദ്ദേഹമാണ് ഈ 3 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ പിന്തുണയോടുകൂടി അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷവും UDFന്റെ ഒരു മുനിസിപ്പൽ കൗൺസിൽ അധികാരത്തിൽ ഏറാൻ വേണ്ടിയിട്ട് 11 ദിവസത്തോളം ഇദ്ദേഹം ഇവരുടെ പുറകെ നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന്റെ പിന്തുണയോടുകൂടി പാലാ നഗരസഭ ഭരിക്കുന്ന ആളുകൾ തന്നെ പാലാ നഗരസഭാ പരിധിക്കുള്ളിൽ ഏകദേശം വലിയ രീതിയിലുള്ള വോട്ട് ചേർക്കൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന സമയത്ത് UDFന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് ഈ നാട്ടിലെ പൊതു സമൂഹത്തിന് താല്പര്യമുണ്ടെന്നേ. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിട്ട് LDF കൃത്യമായിട്ട് അവരുടെ വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാക്കുകയും അതോടൊപ്പം തന്നെ BJPയുടെ വോട്ട് ചേർക്കൽ പ്രക്രിയയ്ക്ക് തടയിടുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ LDFനെ കാത്തിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളായിരിക്കും. LDFന്റെ സംഘടനാ മിഷനറിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവിടെ കേരള കോൺഗ്രസ് M ശക്തമാണ്, അതോടൊപ്പം തന്നെ CPM ശക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേരള കോൺഗ്രസ് എമ്മിനെയാണ് കൂടുതൽ മെജോറിറ്റി ഉള്ളത് പാലയിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ തീർച്ചയായിട്ടും ഈ വോട്ട് ചോറുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചേർക്കപ്പെടുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കപ്പെടുന്ന പേരുകൾ വെട്ടാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം. അതല്ലാത്ത പക്ഷം 2026 അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നടക്കാൻ പോകുന്ന മത്സരം ഷോൺ ജോർജ് ആണ് വരുന്നത് എങ്കിൽ അത് BJPയും LDFും തമ്മിലായിരിക്കും. NDAയും LDFും തമ്മിലായിരിക്കും മത്സരം നടക്കുക. ആ മത്സരത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ നിലവിലത്തെ UDFന്റെ MLA എന്ന് പറയുന്നത് 3ാം സ്ഥാനത്തായി പോകാൻ വരെ സാധ്യതകളുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്നത് ആരുടെ വോട്ട് കൊണ്ടാണ് എന്ന് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാലായിൽ തൃശ്ശൂർ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പാലായിലുള്ള CPMകാരും പാലായിലുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരും പാലായിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാത്ത പക്ഷം BJP വലിയ രീതിയിൽ പാലാ നിയോജക മണ്ഡലത്തിനകത്ത് വോട്ടുകൾ ചേർക്കും. ആ വോട്ടുകളിലൂടെ പാലാ നിയോജക മണ്ഡലത്തിൽ BJPയുടെ കൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരു മുന്നണികളും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് മുമ്പോട്ട് വയ്ക്കാനായിട്ടുള്ളൂ.